ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ അസൈൻമെൻറ്റുമായിട്ട് ഒരുപാട് പേർക്ക് പിന്നെയും ഡൗട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അസൈൻമെൻറ്റ് വാലിഡിറ്റി എങ്ങനെ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന്. ഇഗ്നോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇഗ്നോയിൽ 2 തവണയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതായത് ജൂൺ സെഷനോ അല്ലെങ്കിൽ ജാനുവരി സെഷനോ ആയിട്ടാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. അതിൽ ഇയർലി കോഴ്സായിട്ടുള്ളവർക്ക് അധിക കോഴ്സസിനും എങ്ങനെയാണ് അസൈൻമെൻറ്റ് വരിക എന്ന് വെച്ചാൽ ജൂലൈ സെഷനിലുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ജാനുവരി സെഷനിലുള്ളവർക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തത് ജൂലൈ 2023 ആ ടൈമിലുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നമുക്ക് 2024 ജാനുവരി സെഷനിൽ, അതായത് ഡിസംബറിൽ എക്സാം 2024 ഡിസംബറിൽ എക്സാം എഴുതുന്നവർക്കും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഉണ്ടായിരിക്കുക. പൊതുവേ അങ്ങനെയാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ചില സബ്ജക്റ്റ് ചില കോഴ്സസിന് ഇങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്. അവർക്ക് സെമസ്റ്റർ വൈസായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ചില ടൈമിൽ 6 മാസത്തെ വാലിഡിറ്റി മാത്രമേ ആ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യന് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എഴുതുമ്പോൾ അവർക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പുതുതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോഴാണ് സ്റ്റുഡൻസിന് വളരെ ഡൗട്ടാകുക, ഇത് ഏത് അസൈൻമെൻറ്റാണ്, അപ്ഡേഷൻ വന്നിട്ടുണ്ടോ. പിന്നെ ചില സമയങ്ങളിൽ വരുന്നത് നമുക്ക് സെമസ്റ്റർ വൈസ് തന്നെ നമുക്ക് ചിലപ്പോൾ അപ്ഡേഷൻ കുറച്ച് എംകോമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരിക്കും, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ അപ്ഡേഷൻ പുതിയതായിട്ട് വരാനുണ്ടായിരിക്കും, പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ നമുക്ക് എഴുതാനുള്ള അസൈൻമെൻറ്റ് വാലിഡിറ്റി നോക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എഴുതാനുണ്ടാവുക. ഈ ആദ്യമായിട്ട് എഴുതുന്നവർക്കാണ് പലവിധ ഡൗട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. അതിൽ 3 ബാർ കാണും. ആ 3 ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് കാണും. ഈ ഓപ്ഷൻസിൽ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് സോൺ കാണും. ആ സ്റ്റുഡൻറ്റ് സോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ടായിരിക്കും. അതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അസൈൻമെൻറ്റ് എന്നുള്ള ഒരു ഭാഗം. ആ ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗത്തിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ അസൈൻമെൻറ്റ് പ്രോഗ്രാം വൈസുള്ള അസൈൻമെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻസ് കാണും. അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം, ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം, PG ഡിപ്ലോമ പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡൗൺലോഡ് ചെയ്യാനുള്ള അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കാണത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി നോക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ നമ്മളുടെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ മാസ്റ്റേഴ്സ് ഡിഗ്രിയും 1 by 1 ആയിട്ട് ഇവിടെയുണ്ട്. ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത്, ഏതാണോ നമ്മളുടെ കോഴ്സ് എന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഞാൻ MA സൈക്കോളജി എന്നുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിതാ ഓപ്ഷൻസ് വരും. ജൂലൈ 2024 ജാനുവരി 2025 എന്ന് കാണാം. അതിൻ്റെ താഴെയായിട്ട് ജൂലൈ 23 ജാനുവരി 24. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജൂലൈ 23 ജാനുവരി 24 എന്ന് പറയുമ്പോൾ ജൂലൈ 2023 അഡ്മിഷൻ എടുത്തവർക്കും ജാനുവരി 2024 അഡ്മിഷൻ എടുത്തവർക്കും ബാധകമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഇയറിൻ്റെ ഉണ്ടാവും, സെക്കൻഡ് ഇയറിൻ്റെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഡിസംബറിൽ എക്സാം എഴുതുന്ന ഒരാൾ MAPC എടുത്ത ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ജാനുവരി 2024 ജൂലൈ 2023 ജാനുവരി 2024 എന്ന് പറയുന്ന അസൈൻമെൻറ്റിലെ ഫസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവർക്ക് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ ആണെങ്കിൽ ഈ ഡിസംബറിൽ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടതും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2023-24 ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ എഴുതേണ്ടത്. നമുക്കതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഇത് തന്നെയാണോ നമുക്ക് എഴുതേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളുടെ വിൻഡോ വരും. അപ്പോൾ അതിൽ കാണാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2023 ജൂലൈ സെഷനിലും ജാനുവരി 2024 ഉള്ളതാണ് എന്നുള്ളത് അവിടെ കാണാം. ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആർക്കൊക്കെ വാലിഡ് ആണ്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എപ്പോഴാണ്, ആർക്കാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ ജൂലൈ 2023 സെഷനും ഫോർ ജാനുവരി 2024 സെഷനിലും ഉള്ളവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്.
ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ സെഷനിലാണെങ്കിൽ 31 മാർച്ചും നമ്മുടെ ഡിസംബറിൽ എക്സാം എഴുതുന്നവരാണെങ്കിൽ 13th സെപ്റ്റംബറുമാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഡിസംബറിൽ 2024 ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് ബാധകമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി അതിന് മുകളിലായിട്ടുള്ള ജൂലൈ 2024 ജാനുവരി 2025 എന്നുള്ളവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അതിൻ്റെ വാലിഡിറ്റിയും അത് ആർക്കൊക്കെ ബാധകമായിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലെ വിൻഡോ വരുമ്പോൾ നമുക്ക് കാണാം MA സൈക്കോളജി ഫസ്റ്റ് ഇയർ ആണ്. ജൂലൈ 2024 അഡ്മിഷൻ എടുത്തവർക്കും ജാനുവരി ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർക്കും, അതായത് ജനുവരി 2025 അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർക്കുമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഡിസംബറിൽ ഇവർക്ക് എക്സാം എഴുതാൻ പറ്റുകയില്ല. ഇനി നെക്സ്റ്റ് 2025 ജൂണിൽ എക്സാം എഴുതുന്നവർക്കും അതുപോലെ തന്നെ 2025 ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്നവർക്കുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബാധകമായിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഫോർ ജൂലൈ 2024 സെഷൻ ഇവർക്കുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് 2025. ഇനിയിപ്പോൾ ജാനുവരിയിൽ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ ഡിസംബറിൽ എക്സാം എഴുതാൻ 2025 ഡിസംബറിൽ നെക്സ്റ്റ് ഇയറിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 13th സെപ്റ്റംബറും ആണ്. അപ്പോൾ ഇത് കറക്റ്റായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് മാസ്റ്റേഴ്സിൽ തന്നെ MCOM എടുത്ത് നോക്കാം. MCOM എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാം ഫസ്റ്റ് സെമസ്റ്ററിലെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, സെക്കൻഡ് സെമസ്റ്ററിലെ അപ്ഡേഷൻ ഇല്ല, തേർഡ് സെമസ്റ്ററിലെ അപ്ഡേഷൻ ഉണ്ട്, ഫോർത്തിൻ്റെയും അപ്ഡേഷൻ ഇല്ല. ഇവിടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ നമുക്ക് കറണ്ട് സെഷൻ എന്നുള്ള ഭാഗത്തുള്ളത് എടുക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ വാലിഡിറ്റി എന്ന് പറയുന്നത് ജാനുവരി 2024 ആൻഡ് ജൂലൈ 2024 അഡ്മിഷൻ സൈക്കിളിന് ബാധകമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് ഇപ്പോൾ അഡ്മിഷൻ എടുത്തവർക്കും, അതായത് ജൂലൈ 2024 അഡ്മിഷൻ എടുക്കുന്നവർക്കും 2024 ജാനുവരിയിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്നവർക്കുമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എഴുതിയിട്ട് കാണാം ദോസ് ഹു ആർ എൻറോൾഡ് ഇൻ ജാനുവരി 2024 ഇസ് വാലിഡ് ടു ജൂൺ 2024. പിന്നെ ജൂലൈ 2024 ഡിസംബർ 2024 വരെ ഇതിന് നമുക്ക് വാലിഡിറ്റി ഉണ്ട് എന്ന് കാണാം. അതായത് ഈ ഡിസംബറിൽ എക്സാം എഴുതുന്നവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബാധകമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ജാനുവരിയിൽ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ 15th മാർച്ച് വരെയാണ് അവർക്ക് ലാസ്റ്റ് സബ്മിഷൻ ഉള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ 15th സെപ്റ്റംബർ ആണ് കാണിക്കുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് നമ്മളുടെ ബാച്ചിലർ ഡിഗ്രീൻ്റെ നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രീൻ്റെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ബാച്ചിലേഴ്സ് ഡിഗ്രി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുന്നത് BCom ആണ്. അപ്പോൾ BCom G എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ BCom Gയിൽ ആവശ്യമായിട്ടുള്ള നമുക്കുള്ള ഓരോ സെമസ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണാം. ഇവിടെ കാണുന്നത് സെഷൻ 2023-24 എന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സെമസ്റ്റർ 1 ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഇത് വാലിഡ് ടു 2023-24 1st ജൂലൈ 2023 ടു 13th ജൂൺ 2024. അതായത് 13th ജൂൺ 2024 വരെയാണ് ഇതിന് വാലിഡിറ്റി ഉള്ളത്. ഡിസംബർ 2023 എക്സാമിന് അപ്പിയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇനി നമ്മളുടെ ജൂൺ സെഷനിൽ അപ്പിയർ ചെയ്തവർക്കുമുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനാണിത്. നമുക്ക് ഇപ്പോൾ 2024 ഡിസംബറിൽ എക്സാം എഴുതുന്നവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാധകമല്ല. ഇനി അതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിലെ വേറൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു സെമസ്റ്ററിൽ നമുക്ക് അപ്ഡേഷൻ വന്നിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അസൈൻമെൻറ്റ് ഫോർ ജൂലൈ 2023 ആൻഡ് ജാനുവരി 2024. അതായത് ജൂലൈ 2023 അഡ്മിഷൻ എടുത്തവർക്കും ജാനുവരി 2024 അഡ്മിഷൻ എടുത്തവർക്കും ബാധകമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ജൂൺ എക്സാമിനേഷൻ ആണെങ്കിൽ 13th ഏപ്രിലും ഡിസംബറിൽ എക്സാമിനേഷൻ ആണെങ്കിൽ 31st ഒക്ടോബർ എന്നും കൊടുത്തിട്ടുണ്ട്. അതായത് 2024 31st ഒക്ടോബർ വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. അതായത് ഈ ഒരു ഡിസംബറിൽ എക്സാം എഴുതുന്നവർക്ക് ഈ ഒരു പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വാലിഡ് ആണ്. ബാക്കിയുള്ളതിൻ്റെ അപ്ഡേഷൻ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും
അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് വാലിഡ് ഫ്രം 1st January 2024 ടു 31st December 2024. അതായത് ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത് ജൂണിൽ എക്സാം ഇപ്പോൾ എഴുതി കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ഇനി ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്നവർക്കും വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.